ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണെന്ന് പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഒരു PSC എക്സാം എഴുതുന്ന അല്ലെങ്കിൽ ഒരു PSC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കുമുള്ള ഒരു വീഡിയോ തന്നെയാണിത്. ശരിക്കും എല്ലാവരും ബിഗിനേഴ്സ് തന്നെയാണ്. ഞാൻ പറയുന്നത് ഈ ഒരു അർത്ഥത്തിലാണ്. അതായത് നമ്മൾ ഒരു എക്സാം എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ആ ഒരു എക്സാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് എത്ര മാർക്കും ആയിക്കോട്ടെ, ചിലപ്പോൾ നല്ല മാർക്ക് കിട്ടാം, ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച മാർക്ക് ഉണ്ടാവില്ല, ചിലപ്പോൾ നമുക്ക് പല അബദ്ധങ്ങളും പറ്റാം, ഒരുപാട് നെഗറ്റീവ്സ് പറ്റാം, നമുക്ക് ഡൗട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് കാരണം നമ്മളെ ആശയക്കുഴപ്പത്തിലാക്കിയേക്കാം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് പല പല രീതിയിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടും നമുക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നമ്മൾ നന്നായി പഠിച്ചതിൻ്റെ ഒരു ഫലം നമുക്ക് കിട്ടി, നല്ലൊരു മാർക്കുണ്ട്, ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ മാർക്കുണ്ട്, അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ എന്ത് തന്നെ ആയാലും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് മാർക്ക് നന്നായിട്ട് കിട്ടിയോ അല്ലെങ്കിൽ മാർക്ക് നന്നായിട്ട് കിട്ടിയില്ലോ, അതെന്തോ ആയിക്കോട്ടെ, അതെന്തായാലും ആ ഒരു എക്സാം കഴിഞ്ഞിട്ട് ആ ഒരു പഠനത്തെ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്ന ആളുകൾ ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നന്നായിട്ട് പഠിക്കുന്ന ഇത്തരം ആൾക്കാർക്ക് ഒരിക്കലും ഒരു ലിസ്റ്റിൽ വരാൻ കഴിയാത്തത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള കാര്യം അത് തന്നെയാണ്. എൻ്റെ ഒരു കാര്യം തന്നെയാണ് ഞാൻ പറയുന്നതും, എൻ്റെ ഒരു അനുഭവം തന്നെയാണിത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ബിഗിനേഴ്സ് തന്നെയെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും നമ്മൾ അത് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു പോകുന്നതാണ് ഏറ്റവും വലിയൊരു വെല്ലുവിളി. അപ്പോൾ ശരിക്കും നന്നായിട്ട് ഒന്നും മനസ്സിലാവാത്ത ആൾക്കാർക്ക് പോലും അവർ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചാൽ പോലും അവർ കണ്ടിന്യൂസ് ആയിട്ട് അത് കൊണ്ടുപോയില്ലെങ്കിൽ ഒരിക്കലും അതവർക്ക് നല്ല ഒരു ബെനിഫിറ്റ് ആവുകയില്ല. അതുപോലെ തന്നെ നന്നായിട്ട് പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും അവരും അതുപോലെ തന്നെ അത് തുടർച്ചയായിട്ട് ആ പഠനം കൊണ്ടുപോയില്ലെങ്കിൽ അവർക്ക് ഒരിക്കലും എന്നല്ല, അവർക്ക് ലിസ്റ്റിൽ വരാൻ പറ്റുമായിരിക്കും, പക്ഷേ അത് ഒരുപാട് സമയം എടുത്തേക്കാം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇത്തരം ആൾക്കാരും ബിഗിനേഴ്സ് തന്നെ, ആ ഒരു ഗണത്തിൽ വരുന്നു നിങ്ങളും. കാരണം നമ്മൾ ആദ്യം നന്നായിട്ട് എഫേർട്ട് ഇട്ട് പഠിച്ചിട്ട് നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്തു, പിന്നെ ഒരുപാട് നാൾക്ക് ശേഷം വീണ്ടും നമ്മളത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ഭയങ്കരമായിട്ടും നമ്മൾ ആദ്യം പഠിച്ചതിൻ്റെ ഇരട്ടി എഫേർട്ട് നമ്മൾ എടുക്കേണ്ടി വരുന്നു. അപ്പോൾ നമ്മുടെ മൈൻഡിൽ എപ്പോഴും എന്താണ്, നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം നമ്മൾ ഭയങ്കരമായിട്ടും എഫേർട്ട് ഇട്ട് പഠിക്കുന്നു, പക്ഷേ ഇതിനിടയിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ സ്വയമേ നമുക്ക് തന്നെ അറിയാം, നമ്മളത് ചിന്തിക്കാറ് കൂടിയില്ല. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത്ര എഫേർട്ട് ഇട്ട് പഠിക്കേണ്ടി വരുന്നതെന്ന് ഒരിക്കലും ചിന്തിക്കാൻ നമ്മൾ തയ്യാറല്ല. പഠനം നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിനെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് പറയാറില്ല. അപ്പോൾ ഭയങ്കര എഫേർട്ട് ഇട്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയാണ് നമ്മൾ പഠിക്കുന്നതെന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ ലിസ്റ്റിൽ വരുന്നില്ല, അങ്ങനത്തെ തോട്ട് മാത്രമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. അതേസമയം നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാത്തത് കൊണ്ടാണ് എൻ്റെ തെറ്റാണെന്നുള്ള ആ ഒരു തോട്ട് വളരെ വിരളമായിട്ട് മാത്രമേ വരാറുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമ്മളെല്ലാം ബിഗിനേഴ്സ് തന്നെയാണെന്നേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളൊരു ബിഗിനേഴ്സ് ആണെന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഇനി നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ പഠിച്ചതൊക്കെ മറന്നു പോയത്, അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇനി വരുന്ന ഒരുപാട് എക്സാംസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബിഗിനറായിട്ട് തന്നെ നിങ്ങളിപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ബിഗിനേഴ്സ് ആയാലും വർഷങ്ങളായിട്ട് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരായാലും എല്ലാവരും ഒരേ രീതിയിൽ തന്നെ ഇത് മനസ്സിലാക്കുന്നതാണ് വളരെ നല്ലൊരു കാര്യം. അതായത് നമ്മളിപ്പോൾ എന്ത് പഠിക്കാൻ തുടങ്ങിയാലും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണമെന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ആ പ്ലാനിങ് എന്താണ്, എങ്ങനെ പഠിക്കണം, നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു സംശയത്തിലാണ് ഒരുപാട് പേര്. അപ്പോൾ ആ ഒരു സംശയം വെച്ചുകൊണ്ട് തന്നെ ഒരുപാട് ദിവസങ്ങൾ തള്ളി നീക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പഠനം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം, നമുക്കത് അടുത്ത ലിസ്റ്റിൽ നമ്മൾ ഉണ്ടായിരിക്കണം, അടുത്ത എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യണം എന്നുള്ള ആ ഒരു ലക്ഷ്യം നമ്മുടെ മനസ്സിൽ വരണം. അതിനുവേണ്ടി നിങ്ങൾക്ക് ഒരുപാട് മോട്ടിവേഷൻസ് കേൾക്കാം. നിങ്ങൾക്കത് സ്വയമേ തോന്നുന്നില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ഒരുപാട് മോട്ടിവേഷൻസൊക്കെ കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോ നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെയോ അവരുടെയൊക്കെ ജോലി, എങ്ങനെയാണ് അവർ ജോലി നേടിയത്, അവരെങ്ങനെയാണ് പഠിച്ചത്, അതൊക്കെ നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ നിങ്ങൾ നോക്കുക, അല്ലെങ്കിൽ അവരുടെ ജീവിതം മാറി അതൊക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കും അങ്ങനെ ആവണമെന്നുള്ള ആ ഒരു ചിന്തയൊക്കെ ഉണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെയും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് മോട്ടിവേഷൻസ് കേട്ടുകൊണ്ടേ ഇരിക്കുക, നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം, നമുക്ക് അടുത്ത റാങ്ക് ലിസ്റ്റിൽ നമ്മൾ വരണമെന്നുള്ള ആ ഒരു ലക്ഷ്യം നമുക്ക് ഉണ്ടായിരിക്കണം. അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. ഇപ്പം നമ്മൾ ഏതൊരു PSC എക്സാം ആയാലും അതിനെല്ലാം ഒരു സിലബസ് ഉണ്ട്. ജനറലി പറയുകയാണെങ്കിൽ ഒരു 10th ലെവൽ എക്സാമിൻ്റെ സിലബസ് നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക, അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ സഹിതം അതെങ്ങനെ പഠിച്ചാലാണ് കൂടുതൽ എഫക്റ്റീവ് ആവുന്നത്. അല്ലാതെ നമ്മൾ കുറേ ഇങ്ങനെ പഠിച്ചിരിക്കണോ, പഠിച്ചത് തന്നെ വീണ്ടും വാരി വലിച്ച് പഠിച്ചുകൊണ്ടിരിക്കണോ, അതൊക്കെ നിങ്ങൾ ചിന്തിക്കുക. അതിന് വേണ്ടിയിട്ട് അത് ഇങ്ങനെ മനസ്സിലാക്കാമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്
ഒരു 5-6 ക്വസ്റ്റ്യൻസ് ഈ റീസെൻ്റ്ലി നടന്ന ഒരു 5-6 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളൊന്ന് എടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ പോയിരിക്കുന്നത്, ഏതൊക്കെ ഏരിയയാണ് കൂടുതൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്, ഇതൊക്കെ നമുക്ക് കൂടുതൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം സിലബസ് എടുത്തിട്ട് അതിൻ്റെ ഒരു ഐഡിയ, ആ സിലബസിൻ്റെ ഒരു ഏകദേശ ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം. അതിനുശേഷം നിങ്ങൾ പ്ലാൻ തയ്യാറാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഒരു ഡൗട്ട്, ഏത് റാങ്ക് ഫയൽ വാങ്ങണമെന്നൊക്കെ. അപ്പം ഇപ്പോൾ ഏത് റാങ്ക് ഫയലായാലും ബെറ്റർ തന്നെയാണ്. ഇപ്പോൾ എല്ലാവരും റാങ്ക് ഫയലുകൾ തമ്മിൽ ഭയങ്കരമായിട്ടും കോമ്പറ്റീഷൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റാങ്ക് ഫയൽ ഇറക്കുന്നത് വളരെയധികം കോമ്പറ്റീഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാ റാങ്ക് ഫയലിലും മാക്സിമം പോയിൻറ്റ്സ് ഉൾപ്പെടുത്തിയിരിക്കും. അപ്പോൾ CIT NCERT ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് റാങ്ക് ഫയൽ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ റാങ്ക് ഫയൽ വാങ്ങാമെന്നൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ബെറ്ററായിട്ടാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ ആദ്യം വാങ്ങിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ നമ്മൾ സിലബസ് എടുക്കുക, റാങ്ക് ഫയൽ വയ്ക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു SCERTയുടെ ടെക്സ്റ്റുകൾ നിങ്ങളത് സമഗ്ര സൈറ്റിൽ കയറി ടെക്സ്റ്റുകൾ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സിലബസിൽ ഏറ്റവും മാർക്കുള്ള ഏരിയാസ് എടുക്കുക, അതിലെ SCERT പോർഷൻസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഏതൊക്കെയാണ് അതിൽ റാങ്ക് ഫയലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ, അത് നിങ്ങൾ ആദ്യം പഠിക്കുക. അപ്പോൾ നമുക്കൊരു പ്ലാനിങ് ഉണ്ടായിരിക്കും. നമ്മുടെ തലേന്ന് തന്നെ നമ്മൾ ആ പ്ലാനിങ് എന്താണെന്ന് നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ ഏതൊരു പഠനത്തിനായാലും നമ്മൾ ആദ്യത്തെ ഒരാഴ്ച നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് നമ്മൾ നല്ല ഉഷാറായിട്ട് പഠിക്കാറുണ്ട്. പിന്നെ പോകുമ്പോഴാണ് നമ്മൾ പതുക്കെ നമ്മൾ പഠിക്കാൻ ഭയങ്കര മടിയും ഒക്കെ ആയിട്ട് നമ്മൾ പുറകോട്ട് പോകാറുള്ളത്. അപ്പോൾ എപ്പോഴും പുതിയ പ്ലാനുകൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ പ്ലാനുകൾ മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കുറച്ചുകൂടി പഠിക്കാനൊരു സന്തോഷവും ഉഷാറും ഒക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യം തലേന്ന് തന്നെ നിങ്ങൾ പഠിക്കേണ്ട എന്തൊക്കെയാണെന്ന് നിങ്ങൾ എഴുതി വയ്ക്കുക ഒരു ബുക്കിലോ. അതിനുവേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ പുതുതായിട്ട് ഇപ്പോൾ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ പുതുതായിട്ടൊരു ചെറിയ ഡയറി പോലത്തെ വല്ല സംഭവങ്ങൾ വല്ലതും വാങ്ങാം. അപ്പോൾ അത് വാങ്ങിയിട്ട് നിങ്ങൾ അതിൽ സ്റ്റാർട്ട് ചെയ്യുക. ഒന്നാമത്തെ ദിവസം ഞാൻ ഇതാണ് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ദിവസത്തെ ടൈം ടേബിളോ അല്ലെങ്കിൽ ഒരുപാട് ദിവസത്തെ പ്ലാനോ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദിവസത്തെ വെച്ചെങ്കിലും ചെയ്യുക. അപ്പോൾ ഇന്ന് രാത്രി ഞാൻ നാളെ പഠിക്കാനുള്ള എന്താണെന്ന് ഒരു പ്ലാൻ ചെയ്യുകയാണ്. ബിഗിനേഴ്സ് ആണെങ്കിൽ, നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മാർക്ക് കൂടുതൽ ഏത് പോർഷനിൽ നിന്നാണ് അതിനെ നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതേസമയം നിങ്ങൾ കുറേ നാളുകളുടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ഏകദേശം കുറേ ഏരിയാസൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ പോർഷൻസ് നിന്നാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വരുന്നത്, ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് നിങ്ങൾക്ക് ഒട്ടും മനസ്സിലാവാതെ, നിങ്ങൾക്ക് അതെനിക്ക് അറിയില്ലായിരുന്നു, അതിൻ്റെ ആൻസർ അറിയില്ലായിരുന്നു എന്ന് തോന്നുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അത് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് അതിനെ നിങ്ങൾ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്ലാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ഒരാഴ്ചയൊക്കെ വളരെ ഉഷാറായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത ഏരിയാസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്ക് മടുപ്പ് തോന്നുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഏരിയാസ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി പഠിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ രീതിയിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇനി നിങ്ങൾ നാളെ പഠിക്കേണ്ടത് നിങ്ങൾ എഴുതി വയ്ക്കുകയാണ്. അങ്ങനെ നിങ്ങൾ നാളെ രാവിലെ നിങ്ങളുടെ സമയത്തിനനുസരിച്ച്, ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് സമയം കിട്ടുക. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ ചില പോർഷൻസ് ചിലപ്പോൾ നിങ്ങൾ കവർ ചെയ്യാൻ കഴിയാതെ അല്ലെങ്കിൽ പെൻഡിങ് ആവേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അത് എല്ലാവർക്കും ഉള്ളതാണ്. എല്ലാവരും കംപ്ലീറ്റ് പഠിച്ചിട്ടല്ല പോകുന്നത്. എല്ലാവർക്കും ഇങ്ങനത്തെ രീതികളൊക്കെ ഓരോ സാഹചര്യങ്ങൾ മൂലം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ വരാറുണ്ട്. അപ്പോൾ അത് ആലോചിച്ചിട്ടിരുന്നോട് ഒരു കാര്യമില്ല. നിങ്ങൾ ഏതൊക്കെയാണോ നിങ്ങൾക്ക് പെൻഡിങ്ങിലായത്, നിങ്ങൾ അവിടെ എന്തെങ്കിലും പെൻഡിങ് എന്ന് എഴുതി വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണെന്നുള്ള രീതിയിൽ അതിനെ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുന്നതെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അതിന് നിങ്ങൾ റെഡ് പേന കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ പെട്ടെന്ന് നമുക്കത് കണ്ടെത്താൻ കഴിയുന്ന രീതിയിൽ നമ്മളത് മാർക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അത് തീർച്ചയായിട്ടും പിന്നെ എപ്പോഴെങ്കിലും അവസരം കിട്ടുമ്പോൾ നമ്മളത് കംപ്ലീറ്റ് ചെയ്യാനും നമ്മൾ അതിനും ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മളെപ്പോഴും ഒരു പ്ലാനിങ്ങോട് കൂടി തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലാനിങ്ങുകൾ നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് വലിയൊരു കാര്യം. നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് പോവാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് മോട്ടിവേഷൻസ് കേൾക്കുക, നിങ്ങളുടെ പ്ലാനുകൾ മാറ്റിക്കൊണ്ടിരിക്കുക. അതുകൂടാതെ ഓരോരുത്തരുടെ വിജയങ്ങൾ അതൊക്കെ കേൾക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നിങ്ങൾക്ക് പഠനം മാറ്റിക്കൊണ്ട് പോവാതിരിക്കാൻ അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ അത് ആദ്യം ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സിലബസ് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ ഒരു റാങ്ക് ഫയൽ വാങ്ങുക. അതിനുശേഷം നിങ്ങൾ SCERT ടെക്സ്റ്റൈലുള്ള പോയിൻറ്റ്സ് എഴുതുക. ശേഷം നിങ്ങൾ പ്ലാൻ ഉണ്ടാക്കുക. അപ്പോൾ ഒരുപാട് ദിവസത്തെ വേണ്ട, ഒരു ദിവസത്തെ വെച്ചായാലും നിങ്ങൾ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. ഏറ്റവും പാടായിട്ടുള്ളത് ആദ്യം നിങ്ങൾ പഠിക്കുക. ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഏത് പോർഷൻ സ്റ്റാർട്ട് ചെയ്താലും നിങ്ങൾക്ക് പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ആയതുകൊണ്ട് അത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ കൂടുതലും നിങ്ങൾ ബിഗിനേഴ്സ് പ്രത്യേകിച്ച് പഠിച്ചു തുടങ്ങുമ്പോൾ മാർക്ക് കൂടുതലുള്ള ഏരിയാസ് ആദ്യം കംപ്ലീറ്റ് ചെയ്ത് പോകാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു.